സ്വാമി സന്ദീപാനന്ദഗിരി ഇവിടെ ധ്യാനം, വിശ്വാസം, പ്രാർത്ഥന എന്നൊക്കെയുള്ള ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമല്ലേ? അത് പ്രാർത്ഥന കൂടിയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ ശ്രീ യുവരാജ് പറഞ്ഞതേ ഉള്ളൂ, തെരഞ്ഞെടുപ്പ് കാലമാണ്, വോട്ടിന് വേണ്ടി പലതും പറയും. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ തെറ്റ് പറ്റാത്തവർ മനുഷ്യരല്ല. അപ്പോൾ നരേന്ദ്രമോദി അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു പോയി ക്ഷമിക്കണേ, ഞാൻ ഈ രാജ്യത്തെ മംഗല്യസൂത്രം താലിമാല പൊട്ടിച്ചു കൊടുക്കും എന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയെ വോട്ടിന് വേണ്ടി ഞാൻ വളച്ചൊടിച്ചു, ക്ഷമിക്കണേ എന്നൊരു പ്രാർത്ഥന. അതിന് രാഷ്ട്രീയ ധ്യാനം എന്നൊക്കെ പറയാവോ സ്വാമി സന്ദീപാനന്ദഗിരി? അതിന് നമ്മളാരും വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഇത് നിങ്ങളും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് ധ്യാനം എന്നാണ്. ധ്യാനം എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ധ്യാനം നമ്മുടെ സനാതന ധർമ്മം അനുസരിച്ചാണെങ്കിൽ അത് ഓരോ വ്യക്തി ചെയ്യുന്ന അങ്ങേയറ്റം സ്വകാര്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ എപ്രകാരമാണോ മലമൂത്ര വിസർജനാദികൾക്ക് നമുക്കൊരു പ്രൈവസി ആവശ്യമുള്ളത്, അതേപോലെ പ്രൈവസി വേണ്ടുന്നതാണ്. ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ ധ്യാനം എങ്ങനെയാണ്? കാരണം മറ്റു ഒരു ഡിസ്റ്റർബൻസും ധ്യാനത്തിന്, ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്കറിയാം, ധ്യാന ക്ലാസ്സിൽ പോയിട്ടുള്ളവര്, അത് പരിശീലിക്കുന്നവരൊക്കെ, അവരൊക്കെ ഈ ക്യാമറ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഭഗവത്ഗീത ഒരു അധ്യായം തന്നെ ധ്യാനത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ധ്യാനയോഗം എന്ന അധ്യായത്തിന്റെ പേര് 6-ാം അധ്യായം. അതിൽ പറയുന്നത് യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യ സ്ഥിത ഏകാഗി യഥചിത്താത്മാ നിരാശീര പരിഗ്രഹ. അതായത് ഒരു 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 സ്ഥലം നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് എന്താ? രഹസ്യസ്ഥിത ഏകാഗി. ഒരു വളരെ രഹസ്യമാർന്ന സ്ഥലമാണ്. രഹസ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഞാൻ ധ്യാനിക്കുന്നു എന്നറിയാത്തത്, അറിയാൻ പാടില്ലാത്തത്. ഇതങ്ങനെയാണോ? ഇത് ചുറ്റും 7-9 ഭാഗത്ത് ക്യാമറ, മത്സ്യം പിടിക്കുന്ന ആളുകൾ മത്സ്യം പിടിക്കാതെ അവിടെ നേവിയുടെ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നു, മുകളിൽ ഡ്രോണ് പറക്കുന്നു, അതിന്റെ മുകളിൽ ഹെലികോപ്റ്റർ പറക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമകൃഷ്ണദേവനൊക്കെ, ശ്രീനാരായണ ഗുരുദേവൻ പറയും, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന്. എത്രയോ മത്സ്യത്തൊഴിലാളികളുടെ അവര് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരുടെ ഉപജീവനം മുടങ്ങിയിരിക്കുക. ഒരാൾ ധ്യാനിക്കുന്ന സമയത്ത് അപരന് ഒരു ഉറുമ്പിന് പോലും ഒരു പീഡ. സ്വാമി സന്ദീപാനന്ദഗിരി ഇവിടെ വ്യക്തി പ്രധാനമാണ്. അത് പ്രധാനമന്ത്രിയായി പോയി. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ വന്നു, അവിടെ ശിവജട എന്ന് വിശ്വാസികൾ ആദരിക്കുന്ന, ആരാധിക്കുന്ന ആ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നില്ലേ? ഒരു മിനിറ്റ്. പ്രധാനമന്ത്രിയല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ധ്യാനിക്കണം. പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ധ്യാനിക്കാലോ. ഒരു മനുഷ്യൻ അറിയാതെ പ്രധാനമന്ത്രി 5 പൈസയുടെ ചെലവില്ലാതെ, ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ ധ്യാനം അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. നോക്കൂ, ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം രാവിലെ 45 മിനിറ്റ് അദ്ദേഹത്തിന് മെഡിറ്റേഷൻ ഉണ്ട് എല്ലാ ദിവസവും. 45 മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ക്യാമറയുടെ മുന്നിലേക്ക് നമ്മുടെ കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കൾ, എം സുധീരനെ പോലുള്ളവര്, രമേശ് ചെന്നിത്തല, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ ധ്യാനം ചെയ്യുന്നവരാ. രാവിലെ നടക്കാൻ പോകുന്നു, അരമണിക്കൂർ ധ്യാനിക്കുന്നു. ഇത് ക്യാമറ വെച്ച്, ഇത് സത്യം പറഞ്ഞാൽ ആ ആവേശം സിനിമയില് നമ്മുടെ രംഗൻ ചേട്ടൻ റീല് തയ്യാറാക്കുന്നത് പോലത്തെ ഒരു റീലായിപ്പോയി ഈ ധ്യാനം. ഇത് സനാതന ധർമ്മ വിരുദ്ധമായ ഒരു ധ്യാനമാണ്. ഇതേ ധ്യാനം ഗീതയിൽ പറയുന്നുണ്ട്. ആരുടെ ധ്യാനമാണിത്? അസുരന്മാരുടെ ധ്യാനം. അസുരന്മാരിങ്ങനെയാ ധ്യാനിക്കുക. അവരുടെ ധ്യാനം വിഷയധ്യാനമാണ്, മറ്റുള്ളവരുടെ നാശം എന്നുള്ള ധ്യാനമാണ്. അന്ന് തന്നെ ശശികല ടീച്ചറേക്കാൾ കഷ്ടമായിട്ടാണല്ലോ പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ. വിവേകാനന്ദ സ്വാമികളുടെ അവിടെ പോയി ഇരുന്നിട്ടാണ്. വിവേകാനന്ദ സ്വാമികൾ 1893 സെപ്റ്റംബർ 11-ാം തീയതി അമേരിക്കയിൽ നടത്തിയ ഷിക്കാഗോ പ്രസംഗത്തിന്റെ അവസാനത്തെ പേരുണ്ട്. 1.5 മിനിറ്റ് ആകെ ഉള്ളൂ ആ പ്രഭാഷണം. അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? വിഭാഗീയതയും മൂഢമായ കടുംപിടുത്തവും അതിന്റെ ഭീകര സന്തതിയായ മതഭ്രാന്തും കൂടി ഈ സുന്ദര ഭൂമിയെ ദീർഘകാലമായി കൈയടക്കിയിരിക്കുകയാണ്. അവ ഭൂമിയെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു. മനുഷ്യ രക്തത്തിൽ
പലവുരു കുതിർത്തിരിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആളാണ് വിവേകാനന്ദ സ്വാമികളുടെ അവിടെ തന്നെ പോയിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ജനതയെ പൂർണ്ണമായ നൈരാശ്യത്തിലേക്ക് തള്ളിവിടുന്നു. ഒരു മതഭ്രാന്തനാണല്ലോ ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്തത്. ഇന്ത്യൻ ജനത മുഴുവൻ നൈരാശ്യത്തിലേക്ക് പോയിട്ടുള്ളത് മതഭ്രാന്തിൽ നിന്നാണ്. വിവേകാനന്ദ സ്വാമികളുടെ നിങ്ങൾക്ക് എടുത്തു വെച്ച് നോക്കാം ഏത് വിവേകാനന്ദ സ്വാമികൾ എന്താണ് പറഞ്ഞത് എന്ന്. വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയിൽ പറയുന്നത്, ഈ പിശാചുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ, വിവേകാനന്ദ സ്വാമികളുടെ ഭാഷയാണ്. വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകത്തെ സിദ്ധിനാഥാനന്ദ സ്വാമികൾ വ്യാഖ്യാനം ചെയ്ത രാമകൃഷ്ണ മിഷന്റെ പുസ്തകമാണ്. ഈ കൊടും പിശാചുക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി എത്ര സുന്ദരമായേനെ എന്ന് ഈ വിഭാഗീയതയും വർഗീയതയും വിഭജനവും സൃഷ്ടിക്കുന്നവരെ കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് വിവേകാനന്ദ സ്വാമികൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ. പിന്നെ മാത്രമല്ല ഹാഷ്മി, നമ്മൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ ആയിരുന്നു ഒരു 4 ദിവസം. അതിനകത്ത് വിവേകാനന്ദ സ്വാമികളുടെ സ്റ്റാച്യു ഒന്നും, ഹാഷ്മി പോയിക്കോളൂ, ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റില്ല. അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ കുറെ നാൾ മുമ്പാണ്. അന്ന് ക്യാമറ ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഓർഗനൈസേഷൻസ് ഇതൊരു തെറ്റായ കീഴ്വഴക്കത്തെ സൃഷ്ടിക്കും, ഇവിടെ സാർ ദയവ് ചെയ്ത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമായിരുന്നു. ഇത് മെഡിറ്റേഷൻ അല്ല, മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടുള്ള രംഗൻ ചേട്ടൻ റീല് കാണിച്ചില്ലേ, രംഗൻ ചേട്ടൻ കാണിക്കാന്ന് പറഞ്ഞ ഒരു റീൽ ഉണ്ടാക്കിയതാണ്. അത് തികച്ചും ശരി. അദ്ദേഹം ആദ്യം തന്നെ വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.